ഹലോ ഗായ്സ്, നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ? ഹലോ, നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ ഒന്ന് പ്ലാൻ ചെയ്തത്. പെരുമ്പാവൂരുള്ള ഇരിങ്ങോൽക്കാവെല്ലാം പോയി കറങ്ങി തിരിഞ്ഞ് കുമരകം വഴി ആലപ്പുഴയിലുള്ള കൃപാസനത്തിലോട്ട് പോകാനാട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഇരിങ്ങോൽക്കാവിൽ എത്തിയ ശേഷം ഒരു ട്രിപ്പിംഗ് വൈബോട് കൂടെയല്ല കൃപാസനത്തിലോട്ട് പോകേണ്ടതെന്ന് മനസ്സിലായേ, സെപ്പറേറ്റ് ഒരു ഡേ പോകുന്നതായിരിക്കും എന്ന് തോന്നിയാട്ടോ. അതുകൊണ്ട് ഇരിങ്ങോൽക്കാവെന്ന് പിന്നീട് ഞങ്ങൾ കോടനാടെല്ലാം പോയി, പിന്നെ ഏഴാറ്റുമുഖം വഴി കറങ്ങി തിരിഞ്ഞ് അതിരപ്പള്ളി പോയി, പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി കണ്ടിട്ടുള്ള ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി ഞങ്ങൾ കളിച്ച് കുളിച്ച് രസിച്ച് ഞങ്ങൾ പിന്നീട് ചാലക്കുടി വഴി ഞങ്ങൾ പിന്നെ തിരിച്ചെൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. ഗുഡ് മോർണിംഗ്. അങ്ങനെ വെളുപ്പിന് തന്നെ ഒരു ട്രിപ്പിംഗ് വൈബിലാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ട്രാവൽ എന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കസിൻസ് എല്ലാം കൂടെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എറണാകുളത്ത് വെണ്ണലിലാണ് കേട്ടോ താമസം. വീക്കെൻഡ് ആയതുകൊണ്ട് വീട്ടിൽ പോകാനാട്ടോ ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ കസിൻസ് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ പോകേണ്ട രീതിയിൽ എൻ്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് ഇല്ലേ, ഇത് ഭയങ്കര കോമൺ ആണല്ലേ. ചിക്കൻ കാരി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇത് ഷോപ്പിലൊക്കെ അന്വേഷിക്കുമായിരുന്നു കേട്ടോ. ലുലുലും പിന്നെ ബൊട്ടിക്കിലൊക്കെ അന്വേഷിക്കുമ്പോൾ 1200, 1800, 1500 ആ ഒരു റേറ്റാണ്. സോ അത്രയും റേറ്റിനൊന്നും വാങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിത് മീഷോയിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് 344 രൂപയ്ക്ക് കിട്ടി കേട്ടോ. റിയലി വേർത്തായിട്ട് തോന്നി. മെറ്റീരിയൽ നല്ല അടിപൊളിയാണ്. ഇത് ഞാൻ ഒരുപാട് തവണ കേട്ടോ ഇടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രെഡ് വർക്കും മിറർ വർക്കും ഒക്കെ നല്ല പക്ക ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. ഈ കുർത്തയുടെ കൂടെ ഒരു ലോങ് ഒരു ഇന്നറും കൂടെ കിട്ടും കേട്ടോ. എനിക്ക് പക്ഷേ ലോങ് ഇടാൻ താല്പര്യമില്ലായിരുന്നു. കാരണം വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് ഇന്നറാണ് കേട്ടോ ചൂസ് ചെയ്തത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനൊരു റിവ്യൂ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്ക് യൂബർ കണക്റ്റ് ആയി. ഞാൻ പിന്നെ നേരെ പോയത് വൈറ്റ്ല ഹബിലോട്ടാണ്. അവിടെ നിന്ന് ഞാൻ പെരുമ്പാവൂർക്കുള്ള ബസ്സിലാണ് കേട്ടോ കയറിയത്. ഞാൻ പെരുമ്പാവൂർ എത്തുമ്പോഴേക്കും എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഓളം വെച്ച് പോവാണ്. നമ്മൾ ആദ്യം പോയത് ഇരിങ്ങോൽക്കാവാണ് കേട്ടോ. റീൽസിലൊക്കെ ഒരുപാട് തവണ ഇരിങ്ങോൽക്കാവെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇന്നേ വരെ വരാൻ പറ്റിയിട്ടില്ല. എറണാകുളത്തൊക്കെ കുറേ വർഷമായിട്ട് ഞാൻ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഇരിങ്ങോൽക്കാവ് വരുന്നത്. എല്ലാവരും ഈ ഒരു അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. ആദ്യം തന്നെ ഈ ഒരു അമ്പലത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഇരിങ്ങോൽക്കാവ് ഉള്ളത്. 50 ഏക്കർ വരുന്ന ഈ ഒരു വലിയൊരു കാവിൻ്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു അമ്പലം ഉള്ളത്. ഈ ഒരു അമ്പലത്തിൽ ദുർഗാദേവിയാണ് കേട്ടോ പ്രതിഷ്ഠ. ഈ ഒരു അമ്പലത്തിൽ വരുന്നവർ മുല്ലപ്പൂ ചൂടാൻ പാടില്ല. അതുപോലെ തന്നെ ശർക്കരയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ വഴിപാട്. പിന്നെ ഈ കാവിൽ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. 50 ഏക്കർ എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയല്ലേ, ഒരുപാട് മരങ്ങളുണ്ട്. ഒരു ഡെൻസ് ഫോറസ്റ്റ് തന്നെയാണ് ഇതല്ലേ. അപ്പോൾ ഈ ഒരു ദുർഗാദേവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മരങ്ങളുണ്ട്. ഇതിലെല്ലാം ദൈവാംശം ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു ഇലയോ അല്ലെങ്കിൽ മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴില്ലേ, അതിൻ്റെ കമ്പൊന്നും ഈ ഒരു കാവിന് പുറത്തോട്ട് ആരും കൊണ്ടുപോയില്ല കേട്ടോ. ഇരിങ്ങോൽക്കാവ് അമ്പലത്തിനെ പറ്റി ഒരു ചെറിയൊരു ഔട്ട്ലൈനാണ് ഞാൻ തന്നത്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ ഈ റീൽസിലൊക്കെ കണ്ട പോലെ അല്ല കേട്ടോ. റിയാലിറ്റി വേറെ എക്സ്പെക്റ്റേഷൻ വേറെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ മഴ ആയതുകൊണ്ട് മഴേനേക്കാൾ കൂടുതൽ നമുക്കവിടെ കണ്ടത് ചെളിയാണ് കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ലാസ്റ്റ് നമ്മൾ എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ സൈഡിൽ കാണുന്ന തിട്ടില്ലേ, അതിൽ കൂടെയാണ് കേട്ടോ നടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ കാവിലില്ലേ പാമ്പുകളൊന്നും ഇല്ലെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്കത് അറിഞ്ഞൂടാ കേട്ടോ ശരിയാണെന്ന്. കാരണം ഇത്രയും വലിയൊരു കാടല്ലേ, അപ്പോൾ പിന്നെ പാമ്പ് ഉണ്ടാവില്ലേ. പക്ഷെ ഞാൻ ഒന്നും കണ്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ കാട്ടിൽ ഇഷ്ടം പോലെ പക്ഷികളുണ്ട് കേട്ടോ. കാലം കോഴി, കാട്ടുകോഴി, അതുപോലെ തന്നെ കൂമൻ, അവരുടെ ഒക്കെ ഇങ്ങനെ കരച്ചിലൊക്കെ കേൾക്കായിരുന്നേ. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് ഈ ഒരു അട്ടേനാണ് കേട്ടോ. മഴ ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ, ഇഷ്ടംപോലെ ഇതേപോലത്തെ തേരാട്ടകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതിനെ തേരാട്ടം എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളിനെന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഇതിൻ്റെ ചെറുത് തൊട്ട് ഭയങ്കര വലിയ 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 സൈസ് വരെയുള്ള തേരാട്ടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാവിൻ്റെ അകത്തൂടെ നടന്ന് നമ്മൾ അമ്പലം എത്തി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക വൈബായിരുന്നേ. ചെറിയ ചെറിയ പക്ഷികളുടെ അതുപോലെ തന്നെ ചീവീടിൻ്റെ ഒക്കെ ഒരു കരച്ചിൽ കാരണം നല്ല പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. ഇവിടെ പൂജാ സ്റ്റോർ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും ഇവിടുന്ന്. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് വിളക്കും തിരിയാണ് കേട്ടോ. ശർക്കരയാണ് ഇവിടുത്തെ മെയിൻ വഴിപാടെന്ന് എനിക്ക് അന്ന് വന്ന് പറഞ്ഞുകൂടായിരുന്നു കേട്ടോ. ഞാൻ പിന്നീട് സെർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ വിളക്കും തിരി മാത്രമാണ് കേട്ടോ നടക്കിൽ വെച്ചത്. മഴക്കാലൊക്കെ ആയതുകൊണ്ട് അമ്പലത്തിനകത്ത് ഇതുപോലെ വെള്ളം ഉണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കേട്ടോ നടക്കാൻ. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ.
ഇതാണ് കേട്ടോ ഇരിങ്ങോൽക്കാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ഇത് കിഴക്കേ നടയിൽ നമ്മൾ കയറി വരുമ്പോഴതാണ്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണൂലേ കുറേ ആൾക്കാർ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി കയറി വരുന്നത്, ആ ഭാഗമാണ് കേട്ടോ ഇത് കാണുന്നത്. നമ്മൾ പക്ഷെ നേരത്തെ നടന്നു വന്നത്, ഞങ്ങൾ വന്ന വഴി വേറെ സൈഡാണ് കേട്ടോ. അങ്ങനെ ഒരു 7:30 കൂടിയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലെത്തിയത്. നന്നായിട്ട് സമയം എടുത്ത് തൊഴുതിറങ്ങാൻ പറ്റുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടാവേ. അപ്പോൾ പിന്നെ ഇനി കുറച്ചങ്ങ് ഫോട്ടോ സെക്ഷൻ ആവാം അല്ലേ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയേട്ടാ. അവിടെ വെച്ച് നമ്മൾ കൃപാസനത്തിലോട്ട് പോകേണ്ടത് ഒരു സെപ്പറേറ്റ് ഡേ ആണെന്ന് നമ്മളൊന്ന് ഡിസൈഡ് ചെയ്തേ. പിന്നെ ഞങ്ങൾ അടുത്തുള്ള സ്ഥലം നോക്കിയേ. കോടനാട് പോകണോ പാനിയൽപ്പൂര് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടോ. പിന്നെ ലാസ്റ്റ് കോടനാട് തന്നെ പോകാമെന്ന് വിചാരിച്ചേ. നിങ്ങൾ ഈ എറണാകുളത്തുള്ളവരാണ്, ഒരു 1 day ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിലുണ്ടല്ലോ, ഞങ്ങൾ പോയാലൊന്ന് പോയേക്കണേ. ഒരു ദിവസം അങ്ങനെ പ്ലാൻ ചെയ്യട്ടോ. കാരണം വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഉണ്ടല്ലോ നല്ല ലാവിഷായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളാണ് ഞങ്ങൾ അന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തത് കേട്ടോ. ലാവിഷായിട്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളും സമയം എടുത്ത് കാണാനും ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുക കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത പോലെ 4:30 എണീറ്റിട്ട് പോകണ്ട കേട്ടോ. എനിക്കൊന്ന് ബസ്സില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങിയത്. നിങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 7-7:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതിയേ. നമ്മൾ ഒരു ദിവസം ഹാപ്പി ആയിട്ടിരിക്കും, നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ, അച്ഛൻ്റെ അമ്മയുടെ ഫുൾ ഫാമിലിയിൽ എല്ലാവരും ഭയങ്കര ട്രിപ്പിംഗ് വൈബുള്ളവരാണ്. അതുപോലെ തന്നെ ലൈഫൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് നിൽക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആണ്. നമ്മൾ ഏത് ട്രിപ്പിന് പോയാലും നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര ഓളമായിരിക്കില്ലേ, അതേ വൈബാണ് കേട്ടോ ഇവരായിട്ട് പോകുമ്പോൾ. ഇവിടെ ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല, എല്ലാവരും ഒരേ വൈബും പൊളിയാണ്. അങ്ങനെ എല്ലാവരും പൊക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രിപ്പിലോട്ട് കിടക്കാം കേട്ടോ. നമ്മൾ ഫൈനലി കോടനാട് എത്തിയേ. ഇവിടെ ഒരുപാട് കയറി വരുമ്പോൾ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചുറ്റുമുള്ള ട്രീസ് എല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ളതും ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ആയുർവേദിക് ആയിട്ടുള്ള പ്ലാന്റ്സും ട്രീസൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് മിനി സൂവിലെത്തി കേട്ടോ. ശരിക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു പോയേ. കാരണം ഇവിടെ ട്രെയിൻ ചെയ്യാൻ കൊണ്ടുവന്ന ആനകളൊക്കെ അഴിച്ചു വിട്ടേ കാണുമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അടുത്തൊരു ചേട്ടൻ പറഞ്ഞു എല്ലാ ആനകളുടെ കൂടെ ഒരാൾ കാണുമെന്ന് കേട്ടോ. പിന്നെ ആ ഒരു ധൈര്യത്തിൽ നമ്മളങ്ങ് നടന്നു പോയേ. അങ്ങനെ മിനി സൂവിൻ്റെ അകത്തൂടെ നടന്നു പോകുമ്പോണ്ടല്ലോ ഇതുപോലെ നല്ല ടൈൽ പേവിങ്സിലൊക്കെ ഇലകളൊക്കെ വീണിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ മിനി സൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ. കാരണം ഇവിടെ ഒരുപാട് മാനുകൾ ഉണ്ടായിരുന്നേ. പല പല കാറ്റഗറീസിലുള്ള കുറേ മാനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാനുകളെയൊക്കെ കണ്ട ശേഷം നമ്മൾ ഫൈനലി ആഗ്രഹിച്ച സ്ഥലത്തെത്തി കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ആനകളുടെ പേരും അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ലേ, എവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ്, ആരൊക്കെ കൊന്നു, എത്ര പേരെ കൊന്നു, ഏത് കാട്ടിൽ നിന്ന് വന്നു, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടല്ലോ അവിടെ ഫ്രണ്ടിൽ ഒരു ബോർഡിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ എല്ലാ ആനകൾക്കും കോമൺ നെയിംസ് ആയിരുന്നേ. ആശ, അഞ്ജന, മഞ്ജു, പാർവതി, മനു, അർജുൻ, അങ്ങനെയാണ് കേട്ടോ ഇവരുടെ പേര്. പിന്നെ ഇവിടെ വരുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഐറ്റത്തിന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ വരുന്നവരൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇവൻ വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഡാൻസ് കളിയായിരുന്നേ. പിന്നെ ഇവിടെ നടക്കുമ്പോണ്ടല്ലോ നമുക്കിതുപോലെ കുറേ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ച് നടക്കുന്ന പേർഷ്യൻ പുഴുവിനെ കാണാൻ പറ്റും കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു പല പല സ്ഥലത്തായിട്ട്. ആനകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തോട്ടോ ഇവിടത്തെയൊക്കെ സ്ഥലം കണ്ടു കഴിഞ്ഞെന്ന്. പക്ഷേ ഇല്ല കേട്ടോ, നമ്മൾ വീണ്ടും നടന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ആനേനെ കുളിപ്പിക്കുന്ന കടവുണ്ട്, പിന്നെ ഊഞ്ഞാലുകളുണ്ട്, അതുപോലെ തന്നെ ഏറുമാടമുണ്ട്. കുറേ അങ്ങ് കാട്ടിൽ കൂടെ നടന്നു വരുമ്പോണ്ടല്ലോ നമുക്ക് വലിയൊരു കഫറ്റേരിയ പ്ലസ് പിള്ളേർക്ക് പറ്റിയൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കോടനാട് എലിഫന്റ് ക്യാമ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മൾ നേരെ മാപ്പ് സെറ്റ് ചെയ്തത് ഏഴാറ്റുമുഖത്തോട്ടായിരുന്നേ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിരുന്നു. അതുകൊണ്ട് റോഡ് ഇങ്ങനെ നീളത്തിൽ കണ്ടപ്പോൾ നമ്മൾ അങ്ങ് വിട്ടതാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വെച്ച് ഏഴാറ്റുമുഖമാണ് കേട്ടോ ചൂസ് ചെയ്തത്. കോടനാടിൽ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് കേട്ടോ. കോടനാടിൽ നിന്ന് ഈ ഒരു ഏഴാറ്റുമുഖം വഴി ഒരു ഏകദേശം ഒരു 1/4 മണിക്കൂറാണ്. അങ്ങനെ ഏകദേശം ഒരു 2 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ഏഴാറ്റുമുഖത്ത് എത്തിയത്. ഇവിടെ ഒരുപാട് പാം ട്രീസ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആക്ച്വലി ഇതന്നെയാണ് കേട്ടോ ഈ ഒരു ഫോറസ്റ്റിന്റെ പ്രത്യേകത. മറ്റുള്ള കാട് പോലെ അല്ല കേട്ടോ, ഈ ഒരു കാട്ടിൽ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ എണ്ണപ്പനകളാണ്. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു എണ്ണപ്പനകൾ. കോർപ്പറേഷന് വലിയ ലാഭകരമായിട്ട് എണ്ണകൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവിടുത്തെ ആനകൾക്ക് നല്ല ലാഭമാണ് കേട്ടോ. കാരണം ഉണ്ടല്ലോ ഇവിടുത്തെ ആനകൾ ഡെയിലി ഒരുപാട് എണ്ണപ്പനകൾ തള്ളി മറിച്ചിട്ടിട്ട് അതാണ് കേട്ടോ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആനകളൊക്കെ ഉണ്ടല്ലോ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ വരുമ്പോണ്ടല്ലോ ഒരുപാട് എണ്ണപ്പനകൾ ഇതുപോലെ ഒടിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. ആക്ച്വലി ഇതെല്ലാം ആന തള്ളിയിട്ടേക്കുന്നതാണ്. ഏകദേശം ഒരു 2-2:30 കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്ഥലം പാസ് ചെയ്തത്.
ഉച്ചയാണ്ട് തന്നെ ആനകളൊന്നും കാണില്ല എന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ ഞങ്ങളെ പ്രതീക്ഷയൊക്കെ തെറ്റി ഗൈസ്. കാരണം ഞങ്ങൾ ആനകളെ കണ്ടു. ഒരുപാട് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇപ്രാവശ്യം ആനനെ കണ്ടത്. നമ്മൾ ദൂരെ ഉണ്ടല്ലോ ഇതുപോലെ മണ്ണ് കൂടി കിടക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെ ഒരു സംശയം തോന്നിയിട്ടുണ്ടല്ലോ, എൻ്റെ കയ്യിലുള്ള S23 അൾട്രയുടെ ഗുണം ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. സൂം ചെയ്തപ്പോഴാണ് ഇതുപോലൊരു ആന കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നുണ്ടല്ലോ ആനകൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഒരുപാട് ആൾക്കാർ ഇതൊന്നും കാണാതെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് നോക്കിയാൽ നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനകൾ കിടന്നുറങ്ങുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാറിന് പുറത്ത് ഇറങ്ങാൻ പാടില്ല കേട്ടോ. ഞാനന്ന് വന്നപ്പോൾ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ കാറിന് പുറത്ത് ഇറങ്ങിയിട്ടാണ് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ നടന്നാണ് കേട്ടോ എടുത്തത്. എൻ്റെ മനസ്സിൽ എവിടെന്നേലും ആന വന്നാലും കാണാലോ, ഓപ്പൺ സ്പേസ് അല്ലേ എന്നൊരു ചിന്തയായിരുന്നേ. പക്ഷേ ഇവിടെ ആന മാത്രമല്ല ഉള്ളത്, പുലിയുണ്ട്. എൻ്റെ വിചാരം അതിരപ്പള്ളി വാഴ്ചയിൽ ആ ഒരു ബൗണ്ടറിയിലായിരിക്കും പുലികൾ ഉണ്ടാവാന്നാണ്. പക്ഷേ ഈ ഒരു ഏരിയയിലും പുലികളുണ്ട് കേട്ടോ. അങ്ങനെ ഏഴാറ്റുമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് വെറ്റിലപ്പാറ ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. ഈ താഴെ ഒഴുകുന്നത് അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. പിന്നെ ഈ പുഴയിലുണ്ടല്ലോ മിക്കപ്പോഴും ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിങ്ങോൽക്കാവും കോടനാടും ഏഴാറ്റുമുഖവും എല്ലാം കറങ്ങി തിരിഞ്ഞെത്തിയപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നേ. ഏകദേശം ഒരു ഉച്ചമുക്കലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറിട്ടോ കഴിക്കാനായിട്ട്. മെനു കാർഡ് എന്തുണ്ടെങ്കിലും നമ്മളെല്ലാ മലയാളികളുടെ സ്ഥിരം പരിപാടി കറങ്ങി തിരിഞ്ഞ് ബിരിയാണിയിലോട്ട് എത്തോട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തോട്ടോ ബിരിയാണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പിന്നെ അതിരപ്പള്ളി പോകാനാട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോഴാട്ടോ എൻ്റെ കസിൻ പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പ്രൈവറ്റ് വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്, നമുക്ക് അവിടെ പോയാലോ എന്ന്. അങ്ങനെ ഒട്ടനെ നമ്മൾ സ്പോട്ടിലങ്ങ് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്താട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫുഡി ഗേൾസ് സാല എന്ന് പറഞ്ഞൊരു പേജ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ അവർ പറഞ്ഞ ലൊക്കേഷൻ വെച്ചാണ് പോയത്. ഞാൻ കേൾപ്പിച്ചു തരാട്ടോ. ചാലക്കുടിന്ന് അതിരപ്പള്ളി പോകുമ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മതി. അങ്ങനെ അവരുടെ പേജ് ഞങ്ങൾ റിപ്പീറ്റ് അടിച്ച് നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലോട്ട് എത്തിയേട്ടോ. അവർ പറഞ്ഞ പോലെ തന്നെ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി പോകുന്ന വഴിക്ക് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ ഈ അടുത്ത സൈഡിൽ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിന്റെ പേര് ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രം എന്നാണ് കേട്ടോ. അത് കഴിയുമ്പോൾ തന്നെ ഇടത്തോട്ടുള്ള റോഡുണ്ട്. ഈ വഴിയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. മെയിൻ റോഡിന് ഏകദേശം ഒരു 150-200 മീറ്റർ മാറിയിട്ട് ഒരു ചെറിയൊരു പാലത്തെ അവിടെയാണ് കേട്ടോ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ. അതിൻ്റെ വലത് സൈഡിൽ കാണുന്ന ഒരു വലിയൊരു പറമ്പുണ്ടാവേ, അതുവഴി ഇങ്ങനെ കയറി അകത്തോട്ട് ചെല്ലുമ്പോഴാണ് കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇവിടെ ആൾക്കാർ ബസ് വിളിച്ചാണ് കുളിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തിരക്കായിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടം പോലെ കാറുകളൊക്കെ താഴോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആരുടെയും കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ബാഗിൽ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്നതിൻ്റെ അകത്ത് നിന്ന് കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നേ. അതൊക്കെ എടുത്ത് ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഒരു ലക്കി ഡേ ആയിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമൊന്നുമില്ല കേട്ടോ. സോ ഞങ്ങൾ കാറിന്റെ അകത്ത് വെച്ച് തന്നെയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അനുകൂലമായ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം കേട്ടോ. ആക്ച്വലി ആ ഇൻസ്റ്റഗ്രാം പേജ് കണ്ട സ്പോട്ട് ഇതല്ല കേട്ടോ. ആ ഒരു വെള്ളം വരുന്ന വഴിയില്ലേ, അതുവഴി നടന്ന് ചെല്ലുമ്പോഴാണ് കേട്ടോ ആ ഒരു സ്പോട്ട് ഉള്ളത്. ആ ഒരു വെള്ളം വരുന്ന വഴി കൂടെ ഞങ്ങൾ ഒരുപാട് അകത്തോട്ട് പോയട്ടോ. ഒരുപാട് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ വലിയൊരു കാടാണ്. ആക്ച്വലി അവിടെ ആനയും പുലിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിലാണ് നമ്മളവിടെ നിന്നത്. അവിടെ കുറച്ച് ഹൈറ്റിൽ ഒരു ബാരിയർ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. മഴയും കൂടി ആണ്ട് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. നമ്മൾ ആക്ച്വലി കുളിക്കാൻ പോകണ്ടാണ് കേട്ടോ ക്യാമറ കൊണ്ടുപോകാതിരുന്നത്. അങ്ങനെ കുറേ നേരം കുളിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ല ഫോഴ്സിൽ വെള്ളം കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ട്രിപ്പ് കറങ്ങി തിരിഞ്ഞ് അവസാനിച്ചത് ചാലക്കുടിയിലാണ് കേട്ടോ. ആക്ച്വലി ഒരു 1 ഡേ ട്രിപ്പ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഇത്. ചാലക്കുടിയിൽ നിന്ന് പിന്നെ എൻ്റെ കസിൻസ് നേരെ നാട്ടിലോട്ടാണ് കേട്ടോ പോയത്. അത് തൃശ്ശൂരാണ്. ആക്ച്വലി ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയനൊക്കെ ആയിട്ട് ഞങ്ങൾ സെറ്റിൽ ആയിട്ടുള്ളത് കട്ടപ്പനയിലാണ് കേട്ടോ. അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് ഞാൻ നേരെ എത്തിയത് പെരുമ്പാവൂർക്കാണ്. പെരുമ്പാവൂർ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് കട്ടപ്പനയ്ക്കുള്ള ബസ് കിട്ടിയത്. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം തരട്ടെ. ഞാൻ ഈ കട്ടപ്പനയ്ക്കുള്ള ബസ്സിൽ കയറിയപ്പോണ്ടല്ലോ ഒരു ദൈവത്തെ പോലെ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് കൃപാസനത്തിലത്തെ പത്രം കൊണ്ടുവന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ അന്നത്തെ ദിവസം കൃപാസനത്തിൽ പോകാൻ പ്ലാൻ ചെയ്തായിരുന്നേ. പക്ഷെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ആക്ച്വലി അങ്ങനെ ഒരു പള്ളീനെ പറ്റിയോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ കസിൻസ് ആ ഒരു പള്ളീനെ പറ്റി പറഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത്രയും വലിയൊരു ഫേമസ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് പോലും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ ലാസ്റ്റ് എനിക്ക് ഇങ്ങനൊരു പത്രം കിട്ടിയപ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നേ. നീണ്ട ഒരു 5 മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലെത്തിയത്. ഏകദേശം ഒരു 2 മണിക്കാണ് ഞാൻ എത്തിയത്. അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ പട്ടിയും പൂച്ചയും ഒക്കെ എൻ്റെ ഒച്ച കേട്ടപ്പോൾ മുകളിലോട്ട് കയറി വന്നേട്ടോ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കണ്ട എൻ്റെ സ്നേഹപ്രകടനമാണ് കേട്ടോ ഇത്. ഞാൻ ആക്ച്വലി എറണാകുളത്തോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടുകാരുകൾ കൂടുതൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ പെറ്റ്സിനാണ്. എനിക്ക് ഒരുപാട് പൂച്ചകൾ അതുപോലെ തന്നെ പെറ്റ്സുകളുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ ഒച്ച പുറത്തുനിന്ന് കേട്ടപ്പോഴല്ലോ അകത്തൊരുത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തം ലേക്ക. അപ്പോൾ ഇത്രയും ദിവസം എന്നെ കാണാത്ത എൻ്റെ സങ്കടവും ദേഷ്യവും പിന്നെ എൻ്റെ കണ്ടതിൻ്റെ ഒക്കെ സന്തോഷമാണ് കേട്ടോ ആ കാണുന്നത്. ആക്ച്വലി നിങ്ങളൊക്കെ ട്രിപ്പിംഗ് പോകുന്നവരാണെങ്കിൽ പ്ലാൻ ചെയ്യാതെ ഒരു ട്രിപ്പ് പോകണം കേട്ടോ. ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും കേട്ടോ അത്. അപ്പം ഞാൻ ഇവരൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കട്ടെ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.